Hi everyone, this is me, Casac Benjali. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പെർഫോമൻസ് ഡ്രിവൺ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആവാൻ സാധ്യതയുള്ള ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കേണ്ട സക്സസ്ഫുൾ ആവാൻ സാധ്യതയുള്ള ഓർഗനൈസേഷൻ ഉണ്ടാക്കിയെടുക്കേണ്ട ക്വാളിറ്റികൾ കുറച്ചുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ടീം ഉണ്ടായിരിക്കുക. സാധാരണ നിങ്ങളാണ് തുടങ്ങുന്നത്. ഇപ്പം എൻ്റെ സ്ഥാപനം തുടങ്ങിയത് ഞാനാണ്. എല്ലാ ഡിസിഷനും ഞാനാണ് എടുക്കുന്നത്. എല്ലാം എൻ്റെ ഐഡിയ, എൻ്റെ മണ്ടത്തരങ്ങളും എൻ്റെ കഴിവുകളും എല്ലാം എൻ്റെ ബിസിനസ്സിൽ വരും. എന്നെ ആർക്കും ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. ഞാൻ പറഞ്ഞത് കേൾക്കുക, ഞാൻ പറഞ്ഞു കേട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിടും. ഇതാണ് മിക്ക ചെറുകിട ഇടത്തരം ബിസിനസ്സുകാരുടെയും അവസ്ഥ. തുടക്കത്തിൽ നമ്മളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഒരു 10-15 പേരൊക്കെ വരുന്നതിനനുസരിച്ച് ഓർഗനൈസേഷൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കൂടെ തന്നെ നന്നായിട്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഐഡിയകൾ പറഞ്ഞു തരാൻ പറ്റുന്ന, ഇനി നമ്മൾ എന്തെങ്കിലും ഐഡിയ പറഞ്ഞാൽ സാറ് പറഞ്ഞതുകൊണ്ടൊന്നും വിചാരിക്കരുത്, നിങ്ങളെ ബോസൊക്കെ തന്നെയാണ്, എന്നാലും സാറ് പറഞ്ഞ മണ്ടത്തരമാണ് എന്ന് മുഖത്ത് നോക്കി വളരെ വൃത്തിക്ക് പറഞ്ഞ് നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന, ഈഗോ ഒന്നും അടിക്കേണ്ട കാര്യമില്ല. കാരണം മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം. അതിന് സേവ് ചെയ്യുമ്പോൾ അപ്പൊ അവൻ പറഞ്ഞതിന് വാലിഡേറ്റ് ചെയ്യണം. ശരിയാണോ, എന്തുകൊണ്ട് പറയുന്നു, അവന് കറക്റ്റ് ആണോ, ശരിയാണല്ലോ മോനെ, അവനെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം എന്താ, ചിലപ്പോൾ അവൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുന്നത് 10-15 കോടിയുടെ ഒക്കെ നഷ്ടത്തിൽ നിന്നായിരിക്കാം. അപ്പൊ അങ്ങനെ നിങ്ങളെ തിരുത്താനും കറക്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു മാനേജ്മെന്റ് ടീം അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്റ്റിയറിംഗ് ടീം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനകത്ത് ഓരോ സെഗ്മെന്റിലെയും നിങ്ങളുടെ സ്ഥാപനത്തിൽ ഏറ്റവും മികച്ച എക്സ്പെർട്ട് ആയിരിക്കണം. ഘട്ടം ഘട്ടമായിട്ട് മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച എക്സ്പെർട്സിനെയാണ് നമ്മൾ അവിടെ പ്ലേസ് ചെയ്യേണ്ടത്. ആരൊക്കെയാ? സെയിൽസിൽ ഏറ്റവും ബെസ്റ്റ് സെയിൽസ്മാനെ മാനേജിങ് ടീമിൽ ഉൾപ്പെടുത്തണം. അക്കൗണ്ട്സിൽ നിന്നുള്ള ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ഹെഡ് ചെയ്യുന്ന ആളെ നമുക്ക് അവിടെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ HR ആളെ എടുക്കണം. നല്ല ബെസ്റ്റ് ടീമിന് എടുക്കുന്നതിൽ അവരെ സജഷൻ വേണ്ടി വരും. റിക്രൂട്ട് ചെയ്യുന്നതിനും പ്രോസസ്സ് ചെയ്യുന്നതിനൊക്കെ. ഓപ്പറേഷൻ, പ്രൊഡക്ഷൻ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് എക്സ്പേർട്സിന് ആവശ്യമുണ്ടാവും. ഈ എക്സ്പേർട്സിനൊക്കെ ചേർന്നാണ് ടീം. അപ്പം നിങ്ങൾ തനിച്ചെടുക്കുന്ന തീരുമാനമായിരിക്കും ഒരിക്കലും ബിസിനസ്. ഈ ടീമാണ് എടുക്കേണ്ടത്. സ്വാഭാവികമായിട്ടും സ്റ്റേക്കോ അല്ലെങ്കിൽ പ്രോഫിറ്റിന്റെ ഷെയർ അവർക്ക് കൊടുക്കേണ്ടി വരും. കാരണം മറ്റേതവർ ജോലിക്കാർ മാത്രമാണെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ 9 മണി മുതൽ 5 മണി വരെ അവർ അതിനെക്കുറിച്ച് ജോലി ചെയ്യുള്ളൂ, അതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. എന്നാൽ അവരും കൂടെ ചേർന്നിട്ടൊരു ബോർഡിന്റെ പാർട്ടാണെന്ന് അവർ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ they will also think like you, they will start thinking like you. നിങ്ങളെപ്പോലെ അവർ ചിന്തിക്കാൻ തുടങ്ങും. നിങ്ങളെപ്പോലെ ഐഡിയാസ്, they will try to bring more ideas, more strategies, more innovations, and they will always look outside for understanding what is happening in the world. അത് കണ്ടെത്തണമെങ്കിൽ അവർ പുറത്ത് ശ്രദ്ധിക്കാൻ തുടങ്ങും, പുതിയ സാധനങ്ങളെ കുറിച്ച് സജസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ആ ടീമാണ് ബിസിനസ്സിനെ ബിൽഡ് ചെയ്യേണ്ടത്. ഒരു ടീം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഒരു ഹൈ ക്വാളിറ്റിയുള്ള ഹൈ പെർഫോമിംഗ് ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ക്വാളിറ്റിയിലൊന്ന്. രണ്ടാമതാണ്, ഒരു സക്സസ്ഫുൾ ഓർഗനൈസേഷനിൽ എപ്പോഴും അവർക്കൊരു കോച്ചും ട്രെയിനറും കൺസൾട്ടൻ്റ് ഒക്കെ ഉണ്ടാവും. എന്തുകൊണ്ടാണ് കോച്ച്? പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താ കൺസൾട്ടൻ്റ്, എന്നാൽ നിങ്ങൾ ബിസിനസ് ചെയ്ത് കാണിക്കും. എനിക്ക് എൻ്റെതായ ബിസിനസ്സുകൾ പലതും ഉണ്ട്, ഞാൻ പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്യുകയും ബിസിനസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകളുടെ ട്രാൻസ്ഫോം ചെയ്യലും ട്രെയിനിങ്ങും കൺസൾട്ടിങ്ങും കോച്ചിങ്ങും ഒക്കെയാണ് എൻ്റെ പാഷൻ. അതുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ചില ആളുകളുടെ വിചാരം, എന്നെ യൂട്യൂബിലൊക്കെ വീഡിയോ കാണാറുണ്ട് രസകരമായിട്ട്, പോയി പണിയെടുത്ത് ജീവിക്കട, വെറുതെ ആളുകളെ പറ്റിക്കത്. എൻ്റെ പൊന്നു ചങ്ങാതിമാരെ, നിങ്ങൾ എടുക്കുന്നതിനേക്കാൾ ഏറെ പണി പലപ്പോഴും ഇതിനെടുക്കണം. കാരണം നമ്മളൊരു സ്ഥാപനത്തെ റൈറ്റായിട്ട് കൺസൾട്ട് ചെയ്യുക, കോച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ 1 മാസവും 2 മാസമൊക്കെ അതിന് അനാലിസിസ് നടത്തി റിവ്യൂ ചെയ്ത് പ്രോസസ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ഉറക്കൊഴിച്ചിട്ടാണ് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്ത് പണിയെടുക്കാതെ കിട്ടുന്നൊന്നുമല്ല. നമ്മളത് ഹെവി ആയിട്ട് ഇൻവോൾവ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. ഓരോ കോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതും ഒക്കെ വർഷങ്ങളുടെ റിസർച്ചിലൂടെ. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, ഏതൊരു സ്ഥാപനത്തിനും സക്സസ് ആകണമെങ്കിൽ എപ്പോഴും നല്ലൊരു ട്രെയിനർ, കോച്ച്, കൺസൾട്ടൻ്റ് ഉണ്ടായിരിക്കണം. എന്തിനാ? നമുക്കെല്ലാം ചെയ്യാൻ പറ്റില്ല, നമുക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും നല്ല അറിവുണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പം എൻ്റെ ബിസിനസ്സിൽ ഞാൻ കൺസൾട്ടൻറ്റിനെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കാൻ ഞാൻ എൻ്റെ പല സർക്കിളിൽ ഞാൻ ഒപ്പീനിയൻ എടുക്കാറുണ്ട്. കാരണം എന്താ, ഞാൻ എല്ലായിടത്തും ബെസ്റ്റ് അല്ല. എൻ്റെതായ ചില സെഗ്മെന്റിൽ ഞാൻ കുറച്ച് സംഭവമൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് അറിവുള്ള ആളായിരിക്കാം ആ സെഗ്മെന്റിൽ മാത്രം. പക്ഷെ എനിക്ക് അറിയാത്ത 100 കണക്കിന് സെഗ്മെന്റ് അപ്പുറത്തുണ്ട്. അവിടെ ഞാൻ അവിടുത്തെ ബെസ്റ്റായ ആളുടെ ഒപ്പീനിയൻ ചോദിക്കേണ്ടി വരും, അയാളുടെ കോച്ചിങ് ഞാൻ എടുക്കേണ്ടി വരും, അയാളുടെ കൺസൾട്ടിങ് ഞാൻ സ്വീകരിക്കേണ്ടി വരും, അയാളിൽ നിന്നുള്ള ട്രെയിനിങ് ഞാൻ സ്വീകരിക്കേണ്ടി വരും. അപ്പൊ നിങ്ങളുടെ സ്ഥാപനത്തെ ഒരു സൂപ്പർ സക്സസിലേക്ക് എത്തണമെങ്കിൽ അതിനകത്ത് കൃത്യമായ ട്രെയിനിങ് പ്രോസസ്സ് ഉണ്ടായിരിക്കണം. നിങ്ങളെ ട്രെയിൻ ചെയ്യാനും നിങ്ങളുടെ ടീമിനെ ട്രെയിൻ ചെയ്യാനും അവരുടെ ക്യാപ്പബിലിറ്റി അപ്ഡേറ്റ് ചെയ്യാൻ, പ്രത്യേകിച്ചും സെയിൽസിലൊക്കെയുള്ള ആളുകൾ. പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഈ സെയിൽസിലൊക്കെയുള്ള ആളുകൾ അവരെടുക്കുന്നത്
ഏതോ ഒരുത്തിന് ഡിഗ്രി കഴിഞ്ഞു, സെയിൽസിൽ ആദ്യമായിട്ട് ജോലി കയറി, സെയിൽസ് 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സെയിൽസിൽ ഇങ്ങനെ പോയി പോകുന്ന ആളുകളുണ്ട്. കാരണം സെയിൽസ് ക്വാളിഫിക്കേഷനിലൂടെ വരുന്ന ജോബൊന്നുമല്ലല്ലോ, വേറെ ഒരു പണിയും കിട്ടാതാകുമ്പോൾ കയറുന്ന ജോലിയാണ്. അപ്പോൾ സെയിൽസിനെ കുറിച്ച് കൃത്യമായി പഠിക്കാനുള്ള അവസരം എവിടെ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നമുക്ക് നല്ല ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം. ഞങ്ങളുടെ ബെഞ്ചാലി അക്കാഡമി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിന്റെ സെല്ലിംഗ് സിസ്റ്റത്തെ റീസ്ട്രക്ചർ ചെയ്ത് ഹൈ പെർഫോമിംഗ് സെയിൽസ് ടീം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺസൾട്ടിങ്, കോച്ചിങ് ആൻഡ് ട്രെയിനിങ് കൊടുക്കുന്നത്. കാരണം സെയിൽസിൽ വലിയ കോച്ചിങ് പോസിബിലിറ്റി ഉണ്ട്. കാരണം അക്കൗണ്ടന്റ് അക്കൗണ്ട്സ് പഠിച്ചിട്ടാണ് വരിക, എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടാണ് വരിക. പക്ഷേ സെയിൽസ് മാത്രം പഠിക്കാൻ ഒരു അവസരം ഉണ്ടാവില്ല. പഠിച്ചിട്ട് ചെയ്ത് കുറേ നല്ലതും കുറേ ചീത്തയും കാര്യങ്ങളും പഠിക്കുക. സെയിൽസ് സിസ്റ്റം മൊത്തം അലമ്പായിരിക്കും. അതിനെ പ്രോസസ്സ് ചെയ്യാനും അനലൈസ് ചെയ്ത് സ്ട്രാറ്റജീസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമ്മൾ അതിൽ എക്സ്പെർട്ട് ആണെങ്കിൽ യു ഹാവ് ടു ഹയർ അവർ സർവീസ് ഓർ എനിബഡി എൽസ് സർവീസ്. അപ്പോൾ ഒരു സ്ഥാപനത്തെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള കൺസൾട്ടന്റിന്റെയും ട്രെയിനറുടെയും കോച്ചിന്റെയും സഹായം വേണം. കാരണം മുകേഷ് അംബാനിക്ക് കോച്ചുമാരുണ്ട്, അദാനിക്ക് കോച്ചുണ്ട്, ടാറ്റയുടെ ഓരോ ബിസിനസ്സിലും ഓരോ സെഗ്മെന്റിലും അവർക്ക് കോച്ചും ട്രെയിനറും കൺസൾട്ടന്റും എല്ലാം ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഇതൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഈ പറയുന്ന ഒരു ഹ്യൂജ് സക്സസിലേക്ക് പലർക്കും എത്താൻ കഴിയുന്നത്. കാരണം ആ മേഖലയിൽ റിസർച്ച് ചെയ്യുന്ന ആളുകളുടെ അവരുടെ വിസ്ഡവും കോമ്പറ്റൻസിയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെയോ ഒരു സ്ഥാപനം, ഒരു ഹൈ പെർഫോമിംഗ് സ്ഥാപനത്തിന് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ്. ലാഭത്തിന് വേണ്ടി മാത്രം പണിയെടുക്കുകയും ലാഭത്തിന് വേണ്ടി മാത്രം പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യലല്ല ഒരു സ്ഥാപനത്തിന്റെ കടമ. അതിനകത്തൊരു വാല്യൂ ഉണ്ടായിരിക്കണം. ആ പ്രോഡക്റ്റ് മനുഷ്യന്റെ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്ന വാല്യൂ ഷിഫ്റ്റ്, അതായത് രാജ്യത്തിന് ഉണ്ടാക്കാൻ പോകുന്ന ഗുണപരമായ മാറ്റങ്ങൾ. ഇപ്പൊ ടാറ്റ ഒരു നല്ല ക്വാളിറ്റി ഉള്ളൊരു കാർ നിർമ്മിക്കുമ്പോൾ അത് സത്യത്തിൽ ആ കമ്പനിക്ക് ലാഭം കിട്ടും, അതോടൊപ്പം തന്നെ ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവന് ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് കിട്ടുന്നു. കമ്പാരിറ്റീവ്ലി ഒരു വിദേശ നിർമ്മിത കാറിനേക്കാളും കുറച്ചൊക്കെ കുറവായിരിക്കും ടാറ്റയുടേത് ആ ഒരു സെഗ്മെന്റ് എടുത്ത് നോക്കുമ്പോൾ. കാരണം ടാറ്റയുടെ 25 ലാഖിന്റെ സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ വിദേശ കമ്പനിയുടെ ആണെങ്കിൽ അത് 28 എങ്ങനെയാലും 3-4 ലക്ഷം രൂപ കൂടുതലാണ് സെഗ്മെന്റിൽ വരുമ്പോൾ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ജനങ്ങൾക്ക് കൊടുക്കുന്നു. മാത്രമല്ല നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ചുകൊണ്ട് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുകയും അത് ഭാവിയിലെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം വാരോളം ഉയരുകയും വിദേശ നാണ്യം നേടിത്തരാൻ അത് പ്രാപ്തമാക്കുകയും നമ്മുടെ നാട്ടിൽ ഒരുപാട് തൊഴിലെടുക്കുന്ന ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുകയൊക്കെ ചെയ്യുന്ന ഒരു സോഷ്യൽ വാല്യൂ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കണം. വെറും കുറഞ്ഞ കാലത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് മാക്സിമം കാശ് ഉണ്ടാക്കി പോരുക എന്നതായിരിക്കരുത് ഒരു ഹ്യൂജ് സക്സസ് ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനത്തിൽ. ഓഫ് കോഴ്സ്, 4-മത്തത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ ക്വാളിറ്റിയിൽ ഒന്നെന്താ പറയുക, നല്ല ഹയറിംഗ് പ്രോസസ്സും ഫയറിംഗ് പ്രോസസ്സും. അതായത് എടുക്കുന്ന ആള് ഹൈ കോമ്പിറ്റന്റ് ആയിട്ടുള്ള പെർഫോമറെ ആണ് എടുക്കുന്നതെന്ന് ഉറപ്പുവരുത്താനുള്ള സിസ്റ്റം ഉണ്ടായിരിക്കണം. പെർഫോമൻസ് ഇല്ലാത്ത ആളെ വെച്ചുകൊണ്ടിരിക്കാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫയർ ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ടായിരിക്കണം. കാരണം ഒരു സ്ഥാപനത്തിന്റെ കോമ്പറ്റൻസി, പ്രൊഡക്ടിവിറ്റി എന്നൊക്കെ പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ക്യാപ്പബിലിറ്റിയുടെ സ്ട്രെങ്ത്തിനനുസരിച്ചിട്ടാണ്. സോ ഹയർ ആൻഡ് ഫയർ റൈറ്റ് പീപ്പിൾ. പിന്നെയോ 5, ഹൈ ക്വാളിറ്റി ഉള്ള ഓർഗനൈസേഷന്റെ മറ്റൊരു പ്രത്യേകതയാണ് മെമ്പേഴ്സിന്റെ എൻഗേജ്മെന്റ് ഉറപ്പുവരുത്തും. അതായത് ആ ഓർഗനൈസേഷനിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇത് നമ്മുടെ പരിപാടിയാണ്, നമ്മുടെ സ്ഥാപനമാണ്, നമ്മൾ ഒറ്റക്കെട്ടാണ്. സെയിൽസ് മാനേജർ ആണെങ്കിലും ഓഫീസ് ബോയ് ആണെങ്കിലും എക്സിക്യൂട്ടീവ് ആണെങ്കിലും ഓപ്പറേഷൻ ഹെഡ് ആണെങ്കിലും അക്കൗണ്ട്സിനുള്ള ആളാണെങ്കിലും പ്രൊക്യൂർമെന്റ് ഹെഡ് ആണെങ്കിലും ഇൻവെന്ററി മാനേജർ ആണെങ്കിലും whoever it is, ഇവരെല്ലാവരും നമ്മുടെ ടീം അംഗങ്ങളാണ്. നമ്മൾ ഒരുമിച്ചാണ്. അതിന് ആ ഒരു ടീം സ്പിരിറ്റ് ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പല പരിപാടികളും നടത്തും. അപ്പോൾ പല ഓർഗനൈസേഷൻ ചെയ്യാറുണ്ട് വൈറ്റ് സ്പേസ് മീറ്റിംഗ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്യാതെ പേഴ്സണൽ ആയിട്ടുള്ള ചാലഞ്ചസുകൾ ചോദിച്ചറിയുക, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള മീറ്റിങ്ങുകൾ, ടൂറ്, ആക്ടിവിറ്റീസ്, ഇങ്ങനെ അവർ തമ്മിലുള്ള ബോണ്ടിങ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരുമിച്ച് നമ്മളുടെ ലക്ഷ്യം എന്നതിലേക്ക് ഒരു ഓർഗനൈസേഷന്റെ ഗോളിൽ എത്തിക്കാൻ കഴിയണം. അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായിരിക്കണം. അതൊരു ഹൈ പെർഫോമിംഗ് ഓർഗനൈസേഷന്റെ ക്വാളിറ്റിയിൽ പെട്ട ഒന്നാണ്. പിന്നെയോ ലേണിംഗ്. ഒരു ഹൈ പെർഫോമിംഗ് ഓർഗനൈസേഷൻ ലേൺ ഫ്രം എനിവെയർ ആൻഡ് എവറിവെയർ. അതായത് പല ആളുകളും നെക്സ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് മാർക്കറ്റ് സർവേ നടത്തിയിട്ട് കസ്റ്റമറോട് ചോദിച്ചിട്ടാണ്. എന്നാൽ കസ്റ്റമർ മാത്രമല്ല നിങ്ങൾക്ക് ഇൻപുട്ട് തരാൻ പറ്റുന്നത്, എല്ലാവരും ഇൻപുട്ട് തരാൻ പറ്റുന്നവരാണ്. നിങ്ങളുടെ കസ്റ്റമർ നിങ്ങൾക്ക് ഇൻപുട്ട് തരും,
നിങ്ങളുടെ വെൻഡർ നിങ്ങൾക്ക് ഇൻപുട്ട് തരും, നിങ്ങളുടെ സപ്ലയർ നിങ്ങൾക്ക് ഇൻപുട്ട് തരും, നിങ്ങളുടെ സ്റ്റാഫ് ഇൻപുട്ട് തരും. അപ്പോൾ ഇവരുടെ എല്ലാവർക്കും അഭിപ്രായങ്ങൾ ചോദിക്കാനും പുതിയ അപ്ഡേഷന് സജസ്റ്റ് ചെയ്യാനും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് പറയാനും അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിവാർഡ് സിസ്റ്റം ഒക്കെ കൊടുക്കുന്ന ഒരു മെക്കാനിസം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എല്ലാ പ്ലേയേഴ്സിനേക്കാളും ഒരു പടിക്ക് മുന്നിൽ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എടുക്കാം. കാരണം we are always open our heart and mind to learn more. സോ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലേണിംഗ്. പിന്നെയോ ഏഴാമത്താണ് പറയുന്നത് റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് പ്ലേസ്. റൈറ്റ് പീപ്പിൾ, നിങ്ങളുടെ ഓർഗനൈസേഷൻ ഒരു പെർഫോമൻസ് ഓർഗനൈസേഷനായി മാറണമെങ്കിൽ റൈറ്റ് പീപ്പിൾ റൈറ്റ് പ്ലേസിലുണ്ടായിരിക്കണം. അതെ, ഒരു ഓർഗനൈസേഷനിൽ 4 ടൈപ്പ് ആളുകൾ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ആളുകളാണ് വാരിയേഴ്സ്. വാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാലും അത് വെയിലാണെങ്കിലും മഴയാണെങ്കിലും അത് എന്താണെങ്കിലും കംപ്ലീറ്റ് ചെയ്യും. അത് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ഒരു കോംപ്രമൈസും ഇല്ല. അവരാണ് നമ്മൾ വാരിയേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ കംപ്ലീറ്റ് ചെയ്യുന്നതിനപ്പുറത്ത് നമ്മൾ പറയാത്ത കാര്യം എന്തെങ്കിലും ചിന്തിച്ചാലോചിച്ച് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടാവില്ല. ഒരു യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ മുന്നിൽ നിൽക്കുന്ന പട്ടാളക്കാർ, അവരുടെ ഉത്തരവാദിത്വം എന്താ? നേർക്ക് നേരെ വരുന്ന ശത്രുവിനെ ആക്രമിക്കുക. അതിനപ്പുറത്തേക്ക് യുദ്ധത്തിന്റെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാൻ അവർക്ക് കഴിയില്ല. അതിനെ നമ്മൾ അവർ ഉപയോഗിക്കുക, കാലാൽപ്പെടാന്നൊക്കെ പറയുന്നത്. ഇവരാണ് വാരിയേഴ്സ്. ഏത് ജോലി ചെയ്താലും എന്തും സഹിച്ചും എന്ത് റിസ്ക് എടുത്തും അത് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾ. അത് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. പിന്നെയോ കോച്ചുമാരുണ്ടായിരിക്കണം. കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ അറിയില്ല, അയ്യോ നീ ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയല്ല മോനെ ചെയ്യേണ്ടത്, ഇത് ഇങ്ങനെ ചെയ്യും, നീ ചെയ്യുന്നത് കറക്റ്റായിട്ട് ഇവിടെ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാനും ആളുകളെ എംപവർ ചെയ്യാനും ആളുകളെ അങ്ങനെ ബിൽഡ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ആളുകളെ ആവണം നമ്മൾ ഈ മാനേജീരിയൽ അല്ലെങ്കിൽ കുറച്ചൊരു ഹയർ പൊസിഷനിലൊക്കെ നമ്മൾ വെക്കേണ്ടത്. കാരണം വെറും പെർഫോമൻസ് മാത്രമല്ല. ചിലപ്പോൾ നമുക്ക് സച്ചിൻ ടെണ്ടുൽക്കറുടെ ഒരു ലൈഫ് സ്റ്റോറി നിങ്ങളൊക്കെ, ഹീസ് എ പെർഫോമർ, ബെസ്റ്റ് പെർഫോമറാണ്, നന്നായിട്ട് കളിക്കും. പക്ഷെ അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ആ പ്രഷർ താങ്ങാൻ പറ്റാതെ ടീമിന്റെ പെർഫോമൻസിനെ ലിഫ്റ്റ് ചെയ്യാൻ കഴിയാത്ത അമിതമായ സമ്മർദ്ദത്തിലൂടെ ടീമിന്റെയും അദ്ദേഹത്തിന്റെയും പെർഫോമൻസ് വളരെ നന്നായിട്ട് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സച്ചിൻ ഒരുപാട് കാലം ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായി നിന്നിട്ടില്ല. അദ്ദേഹത്തിനും അത് ഇഷ്ടമല്ല. കാരണം ആസ് എൻ ഇൻഡിവിജ്വൽ അയാൾ ബെസ്റ്റ് പെർഫോമറാണ്, അദ്ദേഹം ലോകം ആദരിക്കുന്ന പെർഫോമറാണ്. പക്ഷെ ആസ് എ ക്യാപ്റ്റൻ എന്ന രീതിയിൽ വരുമ്പോൾ ആ ഒരു കോച്ച് റോളിലേക്ക് പലപ്പോഴും അദ്ദേഹത്തിന് കോച്ച് അല്ലെങ്കിൽ ലീഡർ എന്ന റോളിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ അവിടെ പറ്റുന്ന MS ധോണി ആണെങ്കിൽ ബ്രിങ് MS ധോണി ഓവർ ദി ഇയർ. സച്ചിൻ ടെണ്ടുൽക്കർ ഫ്രണ്ട് ഓവർ കളിക്കട്ടെ, അല്ലെങ്കിൽ വിരാട് കോഹ്ലി ഫ്രണ്ടിൽ കളിക്കട്ടെ. MS ധോണിയെ കൊണ്ടുവരും. ആരാണോ നല്ല ക്യാപ്റ്റൻ അയാളെ ക്യാപ്റ്റൻ ആക്കാം. പ്ലെയർ ആരാണോ അയാൾ നന്നായിട്ട് കളിക്കട്ടെ. അതാണ് ആ പറയുന്ന സംഭവം. ഇനി മൂന്നാമത്തത് തോട്ട് ലീഡറാണ്. അതായത് ചാലഞ്ചസ് ഒക്കെ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ഓർഗനൈസേഷനിലെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെ വളരെ ചിന്തിച്ച് കൈകാര്യം ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ള ലീഡേഴ്സ് അവരായിരിക്കണം മാനേജേഴ്സ്. കാരണം ഒരു ഓർഗനൈസേഷന് പല വെല്ലുവിളി വരും. ഇൻസൈഡ് ടീമിൻ്റെ ഉള്ളിൽ നിന്ന് വെല്ലുവിളി വരും, പുറത്തുനിന്നുള്ളത് വരും, കോമ്പറ്റീഷൻ വരും. ഇതിനെ വളരെ ഉൾക്കാഴ്ചയോടുകൂടി സ്ഥാപനത്തിന് ഒരു പരിക്കും പറ്റാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, പ്രോബ്ലംസ് എല്ലാം വളരെ വൃത്തിക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കണം ലീഡർഷിപ്പ് പൊസിഷനിൽ ഇരിക്കേണ്ടത്. പിന്നെയോ നമ്മൾ എപ്പോഴും പറയാനുള്ള ഗെയിം ചേഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R&Dയിൽ ഇരിക്കേണ്ടത്, നിങ്ങളുടെ മാർക്കറ്റിംഗ് ഹെഡിലിരിക്കേണ്ടത്, അല്ലെങ്കിൽ സെയിൽസിൽ ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ ആ തരത്തിൽ ടോപ്പ് ലെവൽ CEOസിലേക്ക് ഇരിക്കേണ്ടത് ഗെയിം ചേഞ്ചേഴ്സാണ്. ഗെയിം ചേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്കണോമിയെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിച്ച് മാർക്കറ്റിനെ നിങ്ങളുടേതാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിൽ ചിന്തിക്കാൻ കഴിവുള്ള, ഹെവി ഇന്നോവേഷന് കൊണ്ടുവരാൻ പറ്റുന്ന, വാല്യൂ ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് ടോപ്പ് ലെവലിൽ ഇരിക്കേണ്ടത്. ഇങ്ങനെ 4 ടൈപ്പുള്ള ആളുകളും നമ്മുടെ ഓർഗനൈസേഷനിൽ വേണം. പിന്നെയും 8ാമത്തെ ക്വാളിറ്റിയാണ് ഹൈ പെർഫോമൻസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ വളരെ പെട്ടെന്ന് അവരുടെ ഇന്നബിലിറ്റി അക്നോളജ് ചെയ്യുന്നുള്ള. ഇപ്പം നിങ്ങളൊരു സ്ഥാപനം തുടങ്ങി, നിങ്ങൾ റൺ ചെയ്തു, നിങ്ങൾ തരക്കെടില്ല നല്ല രീതിയിലേക്ക് അത് കൊണ്ടുപോയി. ഇപ്പൊ രത്തൻ ടാറ്റയെ നിങ്ങൾ നോക്കൂ. രത്തൻ ടാറ്റ, ഹി വാസ് എൻ എക്സ്ട്രാordinary ടാലന്റഡ് ബിസിനസ്മാൻ. അദ്ദേഹം വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്തു, ആ ബിസിനസ്സിനെ കൊണ്ടുവന്നു, വളരെ വലിയ രീതിയിലേക്ക് ഉയർത്തി, ഇന്ത്യയിൽ ലോകത്തിലൊക്കെ അറിയപ്പെടുന്ന രീതിയിലേക്ക് പല കമ്പനികളും ഓൺ ചെയ്തു. അതൊരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറി. ടാറ്റയോടൊപ്പം തന്നെ ജാഗറും അതുപോലെ തന്നെ റേഞ്ച് റോവറും എല്ലാം അവർ എടുത്തു. അങ്ങനെ അതിനൊരു ഗ്ലോബൽ ആക്കിയതിന് ശേഷം എന്തത്, ടാറ്റ ഇനി എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇനി ഞാൻ മാറി നിൽക്കലാണ് നല്ലതെന്ന് പറഞ്ഞ് നമ്മുടെ ഈ അടുത്ത് മരിച്ചു പോയിട്ടുള്ള മൈശ്രീ മീൻസ് ഷപ്പോർജി പല്ലോങ്ജിയുടെ ഹെഡിന് അവർക്കും ടാറ്റയിൽ നല്ലൊരു സ്റ്റേക്ക് ഉണ്ട്. അയാളെയാണ് ചെയർമാൻ ആക്കി കൊണ്ടുവന്നത്. അത് അവസരം കൊടുത്ത് മാറി നിൽക്കുക. കാരണം
എനിക്കിനി കൊണ്ടുപോകാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല. പിന്നീട് ടാറ്റയുടെ വാല്യൂവിൽ നിന്ന് വ്യതിചലിക്കുന്നു. ഇദ്ദേഹം മിസ്ത്രി എങ്ങനെയാണ് പേര് ഞാൻ പറഞ്ഞുപോയി. അദ്ദേഹം തോന്നിയപ്പോൾ വീണ്ടും ടാറ്റ അത് ഏറ്റെടുക്കുകയും എന്നിട്ട് ഇപ്പോൾ വീണ്ടും ഒരു പുതിയ ചെയർമാനെ കൊണ്ടുവരികയും ചെയ്തു. അതാണ് ഒരു ഓൺട്രപ്രണർ. എനിക്ക് കഴിവില്ല എന്ന് പറയുമ്പോൾ വീണ്ടും അവിടെ തന്നെ കിടക്കലല്ല. ആ ഇന്നബിലിറ്റി മനസ്സിലാക്കിയിട്ട് നമ്മളെക്കാളും ക്യാപ്പബിളായ ആളുകളെ ബിസിനസ് റൺ ചെയ്യാൻ ഏൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു ഹൈ പെർഫോമൻസ് ഓർഗനൈസേഷൻ എപ്പോഴും കൊണ്ടു നടക്കും. കാരണം എല്ലാവരും എപ്പോഴും ക്യാപ്പബിൾ അല്ല. ഒരാളുടെ മരണം ഒരു ബിസിനസിന്റെ മരണമായിരിക്കാൻ പാടില്ല. നിങ്ങളുടെ മരണശേഷവും നിങ്ങളുടെ റിട്ടയർമെന്റിന് ശേഷവും ആ സ്ഥാപനം പിന്നെയും നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന് വിഷ്വലൈസ് ചെയ്യുന്നവനാണ് ഒരു യഥാർത്ഥ സംരംഭകൻ. താങ്ക് യു സോ മച്ച് ഈ വീഡിയോ കണ്ടതിന്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒത്തിരി ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും മറ്റും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സ്റ്റാഫിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. ആസ് എൻ ഓൺട്രപ്രണർ നിങ്ങളെ കൂടുതലായിട്ട് സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ ഒത്തിരി കോഴ്സുകളുണ്ട്. 6 മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സ്, എല്ലാ ദിവസവും മോർണിംഗിലുള്ള ഓൺട്രപ്രണോറിയൽ മെൻറ്ററിങ് പ്രോഗ്രാംസ്, ബിസിനസ് ഗ്രോത്ത് ആക്സലറേറ്റർ, ബിസിനസ് പെർഫോമൻസ് റീ എഞ്ചിനീയറിംഗ് തുടങ്ങിയ 6 മാസം നീണ്ടു നിൽക്കുന്ന കൺസൾട്ടൻസിയോട് കൂടിയുള്ള പ്രോഗ്രാം ഒക്കെ ഉണ്ട്. കൂടുതൽ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ദിസ് ഇസ് മീ Casac Benjali. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.